ACL റീകൺസ്ട്രക്ഷൻ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണിത്. ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ വളരെ ക്ലോസ് സർക്കിളിലുള്ള ആളുകൾ എന്നോട് ചോദിച്ചു, എന്താ പരിപാടി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അതിന് കാരണം ഈ ഒരു ഇഞ്ചുറി തന്നെയാണ്. അതായത് എൻ്റെ രണ്ടാമത്തെ ഇഞ്ചുറിയാണ് ആക്ച്വലി. അത് വളരെ കോൺഫിഡൻസോട് കൂടി പറയുന്നൊന്നല്ല, രണ്ടും സ്പോർട്സ് ഇഞ്ചുറിയാണ് ആക്ച്വലി. ഒന്ന് 2019 ഒന്നിപ്പോൾ റീസെൻ്റ്ലി ഒരു 1 ഇയർ മുമ്പ് ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ സംഭവിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഇപ്പോൾ പല ആളുകളും പല ഇഞ്ചുറി വന്നിട്ട് അത് സർജറി ചെയ്യണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഞാനൊരു മെഡിക്കൽ അഡ്വൈസ് തരുന്നതെന്നല്ല, ആളുകൾക്ക് നല്ല ധാരണ ഉണ്ടാവും തന്നെ വിചാരിക്കുന്നു. പക്ഷെങ്കിൽ ഇഞ്ചുറി എന്ന് പറയുന്നത് തന്നെ ഒന്ന് രണ്ട് ടൈപ്പിലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ടയർ 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം. അപ്പോൾ അത് ഏത് ആണോ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് സർജറി ചെയ്യാതെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ ഇഞ്ചുറികളും സർജറിയിലേക്ക് തന്നെ ലീഡ് ആവണമെന്നൊന്നുമില്ല. നിങ്ങൾക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിനോടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡോക്ടറോടൊക്കെ അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് നീങ്ങേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഇഞ്ചുറി ഒക്കെ പറ്റുന്നതിന് മുമ്പ് നല്ല രീതിയിൽ നിങ്ങളെ നീ എപ്പോഴും സ്ട്രെങ്തൻ ചെയ്ത് വെക്കുക. അപ്പോൾ ജിമ്മിൽ പോകുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ, ഹോം വർക്കൗട്ട് ആണെങ്കിൽ കൂടെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഇപ്പോൾ ലെഗ് ഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. ഏറ്റവും ബെറ്റർ ലെഗിന് നിങ്ങൾ എത്രത്തോളം സ്ട്രെങ്തൻ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടും. കാരണം ഒരു മാസ്റ്റർ മസിൽ എന്ന് പറയുന്നതും നമ്മുടെ ലെഗ് തന്നെയാണ്. അപ്പം അത്രയേ ഉള്ളൂ. കൂടുതലായിട്ട് നിങ്ങൾക്ക് ACL റീകൺസ്ട്രക്ഷനെ കുറിച്ചിട്ടൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതും അതിൻ്റെ റീഹാബിലിറ്റേഷനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ കൂടുതലായിട്ട് പറഞ്ഞു തരാൻ പറ്റും. സോ സ്ട്രെങ്തൻ യുവർ നീസ്.